അപ്പോൾ ഇന്നത്തെ വീഡിയോ ജാക്കി ചാൻ കാർട്ടൂണിലുള്ള വികടനാഥനെ പറ്റിയാണ് നോക്കാൻ പോണത്. ഇതിനു മുമ്പ് ചെയ്ത മാസ്കിൻ്റെ വീഡിയോയിൽ ഈ ഒരു വികടനാഥനെ പറ്റി പറയുന്നത് വികടനാഥനൊരു മാസ്ക് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വികടനാഥൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. ഈ ഒരു വികടനാഥനെ കൊണ്ട് ഈ ഒരു കോയിമന്ത്രക്കല്ലിന് 2 പവർ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോയിമന്ത്രക്കല്ലിൻ്റെ ഫസ്റ്റ് പവറാണ്, അത് യൂസ് ചെയ്ത് പറക്കാൻ പറ്റും. വികടനാഥനെ കൊണ്ട് പറക്കാൻ പറ്റും. രണ്ടാമത്തെ പവർ ടെലികൈനസിസ്. ഇതാണ് വികടനാഥൻ്റെ മെയിനായിട്ടുള്ളൊരു പവറായിട്ട് വരുന്നത്. ഈ ഒരു കോയിമന്ത്രക്കല്ലിനെ കൊണ്ട് ഒരു വസ്തുവിനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഇതുപോലെ തന്നെ വികടനാഥനെ കൊണ്ടും ചെയ്യാൻ പറ്റും. പക്ഷേ വികടനാഥൻ്റെ ഈ ഒരു പവർ ഒന്നും കൂടി പവർഫുള്ളാണ്, കോയിമന്ത്രക്കല്ലിനേക്കാളും പവർഫുള്ളാണ്. ഒരു കോയിമന്ത്രക്കല്ല് വെച്ച് ഒരു വസ്തുവിനെ അത്ര ലിമിറ്റിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വസ്തുവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ആ ദൂരത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഓവർ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ വികടനാഥൻ്റെ ഈ ഒരു പവർ വെച്ചിട്ട് എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകാനും പറ്റും, അതേപോലെ തന്നെ തിരിച്ചുകൊണ്ടുവരാനും പറ്റും. ഈ ഒരു വസ്തുക്കളൊക്കെ എത്ര സ്പീഡിലും കൊണ്ടുപോകാൻ പറ്റും, ഒരു സ്പീഡിൽ വന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്യാനും പറ്റും. ഇതിൻ്റെ മറ്റൊരു പവറാണ് ഈ ഒരു ടെലികാൻസിൻ്റെ തന്നെ മറ്റൊരു പവറാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു വസ്തുവിൻ്റെ മേലെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിമാനത്തിൻ്റെ മേലെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ഇഷ്ടമുള്ള പാർട്സ് മാത്രമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓരോരോ പാർട്ട് മാത്രം യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുക. ഈ ഒരു മാസ്ക് ഫോമിൽ ഇരിക്കുമ്പോൾ വികടനാഥനെ കൊണ്ട് ആരെയും തൊടാൻ പറ്റില്ല. വികടനാഥനെ ആരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം വികടനാഥൻ്റെ മേലെ ഈ ഒരു മാജിക് ഒന്നും യൂസ് ചെയ്താൽ ഈ ഒരു ടൈമിലൊന്നും പറ്റില്ല. ഒരു മാജിക്കും ഈ ഒരു ടൈമിൽ വികടനാഥന് വീക്ക്നെസ് ആവില്ല. പിന്നെ വികടനാഥൻ്റെ മറ്റൊരു പവറാണ് സോണിക് ബ്ലാസ്റ്റ്. ഇത് യൂസ് ചെയ്തിട്ട് ഏതൊരു വസ്തുക്കളെയും പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റും. പിന്നെ വികടനാഥനെ കൊണ്ട് സോണിക് ബൂം യൂസ് ചെയ്ത് മാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വികടനാഥനെ കൊണ്ട് ടെലികാൻസിസ് യൂസ് ചെയ്യാതെ ഈ ഒരു സോണിക് ബൂമിൻ്റെ അറ്റാക്ക് മാത്രം യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു അറ്റാക്ക് നോർമലായിട്ട് ബ്ലാസ്റ്റ് പോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത് ഒരു സ്ഥലം ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യാനും ഈ ഒരു വികടനാഥനെ കൊണ്ട് പറ്റും. പിന്നെ വികടനാഥനെ കൊണ്ട് സേഫ് ഷിഫ്റ്റിംഗ് എബിലിറ്റിയും പറ്റും. ഏതൊരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടിയും വികടനാഥനെ കൊണ്ട് വരാൻ പറ്റും. തുടക്കത്തിലൊക്കെ വികടനാഥനെ നല്ല പവർഫുള്ളാണ് കാണിച്ചത്. വികടനാഥനെ ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത പോലെ കാണിച്ചത്. കാരണം അത്രയും പവർഫുള്ളായാണ് വികടനാഥനെ ഫസ്റ്റ് കാണിച്ചത്. പിന്നെ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വികടനാഥൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് കണ്ടുപിടിക്കുകയാണ്. വികടനാഥൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് വരുന്നത് ഉള്ളിയാണ്. ബാക്കിയുള്ള എല്ലാ ചാനൽസിനും ഈ ഒരു ഉള്ളി വീക്ക്നെസ്സാണ്. കാരണം എല്ലാവർക്കും ഈ ഒരു ഉള്ളി മെയിനായിട്ടുള്ളൊരു വീക്ക്നെസ് തന്നെയാണ്. പക്ഷേ മനുഷ്യന്മാർ ഈ ഒരു മാസ്ക് ഇട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഉള്ളി അവർക്ക് വീക്ക്നെസ് ആവില്ല. കാരണം ഉള്ളി മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളി വെച്ചിട്ട് മനുഷ്യന്മാർ മാസ്ക് ഇട്ട് ചെയ്യുമ്പോൾ അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബാക്കിയുള്ള എല്ലാ ജനറൽസിനെ തോൽപ്പിക്കാനും ഈ ഒരു ഉള്ളിയേറ്റ് പറ്റും. വികടനാഥന് ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ശരീരം കിട്ടുമ്പോൾ വികടനാഥന് ഒറിജിനാലിറ്റി ഒരു മനുഷ്യനെ പോലെ തന്നെ ഉണ്ടാവുക. ഏകദേശം കാണാൻ ഒരു ഹ്യൂമണെ പോലെ തന്നെയാണ് വികടനാഥനെ കാണാൻ ഉണ്ടാവുക. ഈ ഒരു ടൈമിൽ വികടനാഥൻ ജാക്കി ചാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജാക്കി ചാൻ്റെ ടൈമിൽ കുംഫു യൂസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. വികടനാഥനെ കൊണ്ട് പല മൂവ്മെൻറ്റും അറിയാം. നല്ല സ്പീഡിൽ മൂവ് ചെയ്ത് നീങ്ങാനും അതേപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനും വികടനാഥനെ കൊണ്ട് പറ്റും. ഈ ഒരു ടൈമിൽ ജാക്കി ചാന് മാർഷൽ ആർട്സ് അറിയില്ലെങ്കിൽ അത്ര നേരം ജാക്കി ചാനെ കൊണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇത് പല മാർഷൽ ആർട്സും വികടനാഥൻ ഈ ഒരു ടൈമിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓൾഡ് മാർഷൽ ആർട്സ് വരെ വികടനാഥനെ കൊണ്ട് അറിയാം. അവസാനം ഈ ഒരു മാസ്ക് വെച്ചിട്ടാണ് 10ാമത്തെ മാസ്ക് വെച്ചിട്ടാണ് ഈ ഒരു ജൂലി ഇവിടെ എല്ലാ ജനറൽസിനും തോൽപ്പിക്കുന്നത്. ഈ ഒരു മാസ്ക് ജൂലി ഒരു വികടനാഥൻ്റെ മുഖത്ത് വെച്ചതിന് ശേഷം അപ്പോഴാണ് ഈ ഒരു എല്ലാ ജനറൽസും ഈ ഒരു ഷാഡോ വേൾഡിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു സീസൺ ഇവിടെ അവസാനിക്കുന്നത്. എന്നുവെച്ചാൽ വികടനാഥൻ്റെ മുഖത്ത് ഈ ഒരു മാസ്ക് വെച്ചപ്പോൾ തന്നെ എല്ലാ ജനറൽസും അവിടെ അവസാനിക്കുന്നുണ്ട്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണ് ഈ ഒരു വികടനാഥൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.